ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ലീല സ്റ്റോക്ക് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് നമ്മൾ ഒരു വിഷയം പറയാൻ പോകുന്നത് നമ്മൾ സെൽഫ് മോട്ടിവേഷന് അതിനെപ്പറ്റിയാണ് ഞാൻ പറയുന്നത്. നമ്മൾ സ്വയം പ്രചോദനം ഉണ്ടാക്കുക എന്നുള്ള ഏത് സന്ദർഭത്തിലും അതിനെപ്പറ്റിയാണ് ഇന്ന് ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചത്. ജീവിതത്തിലെ പ്രശ്നങ്ങളില്ലാത്തവരില്ല, ഭാരങ്ങളില്ലാത്തവരില്ല. അതിവേദനയിൽ കൂടെ കടന്നു പോകുന്നവരുണ്ട്, മാനസികമായിട്ടുള്ള വേദനയിൽ കൂടെ. മറ്റുള്ളവരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ട് നമ്മളെല്ലാം നമ്മുടേതെന്ന് കരുതി നമ്മൾ സ്നേഹിക്കുകയും സകലതും നമ്മളെ അവരെ ഏൽപ്പിക്കുകയും അവരാണ് നമ്മുടെ സർവ്വവും എന്ന് നമ്മൾ ചിന്തിച്ച് സർവ്വവും വേറൊന്നും നമുക്ക് ചിന്തയില്ല, അവരാണ് നമ്മുടെ സർവ്വവും എന്ന് നമ്മൾ ചിന്തിച്ച് നമ്മൾ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും കരുതുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവരിൽ നിന്നൊക്കെ കിട്ടുന്ന വേദനകൾ, ആഴത്തിലുള്ള മുറിവുകൾ, വേദനകൾ അങ്ങനെയൊക്കെ ലഭിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ആ സമയത്തൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ വല്ലാത്ത ഒരു അഗാധ ഗർത്തത്തിലോട്ട് നമ്മൾ പോകും. നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത മാനസിക വേദനയാണ് ഉണ്ടാകുന്നത്. അതാർക്കും ഇപ്പം മറ്റുള്ളവർ പറയും അത് പോട്ടെ, സാരമില്ല, ക്ഷമിക്കേ, പോട്ടെ, സാരമില്ലെന്നൊക്കെ പറയും. പക്ഷേ അങ്ങനെയുള്ള വേദനകൾ അവരവരിലേക്ക് വരുമ്പോഴാണ് അതിൻ്റെ കാഠിന്യം അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അല്ലാത്തിടത്തോളം കാലം അവർക്കത് അതിനെപ്പറ്റി അറിയില്ല. അപ്പോൾ ഇന്ന് നമ്മുടെ ചുറ്റുപാടിൽ നോക്കുമ്പോഴായാലും ഇഷ്ടം പോലാണ് നമ്മൾ സ്ത്രീകളെ ഒക്കെയും കാണുന്നത്. അമിതമായിട്ട് സ്നേഹിച്ചിട്ട്, അമിതമായിട്ട് കുടുംബത്തെ സ്നേഹിച്ച്, അമിതമായിട്ട് നമ്മളെ സർവ്വമെന്ന് കഴിഞ്ഞ് ഒരിക്കലും അവർ നമ്മളെ ചതിക്കില്ല, പറ്റിക്കില്ല, വഞ്ചിക്കില്ല, നമ്മുടേതെന്ന് കരുതി നമുക്ക് വേറൊന്നും ചിന്തയില്ല. അങ്ങനെ സ്ത്രീകളൊക്കെ കുറേ പേര് കുടുംബത്തെയും ഭർത്താവിനെയും മക്കളെയൊക്കെ അഗാധമായിട്ട് സ്നേഹിച്ച പല സ്ത്രീകളും ഇന്ന് കുടുംബം പോലും ഇല്ലാതെ ആയിരിക്കുന്ന അവസ്ഥ നമ്മുടെ ഇഷ്ടം പോലെ കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്, എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സന്ദർഭങ്ങളിലൊക്കെ അവർ വല്ലാത്ത ഒരു ഫെഡപ്പിലായിപ്പോവും. അല്ലാതെ പറഞ്ഞറിയിക്കാൻ പറ്റുകയില്ല. കാരണം പെട്ടെന്ന് ഒരു നിമിഷത്തിൽ നമ്മൾ ആരുടെ അല്ലാതാവുക. പെട്ടെന്നൊരു നിമിഷത്തിൽ നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കാത്ത, നമ്മളെ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്തവരിൽ നിന്ന് അങ്ങനെയുള്ള വാക്കുകൾ, കഠിനമായ അല്ലെ ഒറ്റപ്പെടുത്തലിൻ്റെ, അവഗണനയുടെ വാക്കുകൾ കേൾക്കുക, എടുക്കുക എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ നമ്മൾ ശരിക്കും നമ്മുടെ എത്രയോ സെലിബ്രിറ്റികളെയൊക്കെ നമ്മൾ കാണുന്നു. അവരൊക്കെ വന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന് തുറന്ന് പറയുകയും എടുക്കുകയൊക്കെ, ചിലർ വിങ്ങി പൊട്ടി കരഞ്ഞ് എത്രയോ പേര് സംസാരിക്കുന്നവരുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ വന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരിക്കലും ഇങ്ങനെ വിചാരിച്ചിരുന്നില്ല, ഒരിക്കലും. എത്രയോ പേര് നമ്മൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ നിരന്തരം കാണുന്നു. അപ്പം എപ്പോഴാണ് കണ്ണുനീര് വരുന്നത്? എപ്പോഴാണ് കണ്ണിൽ നിന്ന് കണ്ണ് വരുന്നത്? ഹൃദയത്തിൻ്റെ ആഴത്തിൽ വേദനയിൽ, ഹൃദയം വേദനിക്കുമ്പോഴാണ് കണ്ണിൽ നിന്നും കണ്ണുനീര് വരുന്നത്. അല്ല, ചുമ്മാ അതൊന്നും കണ്ണുനീര് വരത്തില്ല. ഹൃദയത്തിൻ്റെ ആഴത്തിൽ മുറിവുകൾ കിട്ടുമ്പോഴാണ് നമ്മുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് വരുന്നത്. അപ്പം നമ്മൾ അങ്ങനെയുള്ള ഓരോ സന്ദർഭങ്ങളിൽ പലരും പോയി ആത്മഹത്യ ചെയ്യുന്നു. ചിലർ എന്ത് ചെയ്യും എന്നറിയാൻ വയ്യാത്ത ഒരു നിസ്സഹായ അവസ്ഥയിലോട്ട് ചിലർ പോകുന്നു. അവിടെയൊക്കെയാണ് മഞ്ജു വാര്യരെ പോണക്കൊക്കെ ഉള്ളവരൊക്കെ നമ്മൾ എപ്പോഴും മഞ്ജുവിനെയൊക്കെ ഒരു നല്ലൊരു മോട്ടിവേറ്ററായിട്ടും അതിജീവനത്തിൻ്റെ ആ ഒരു ഇതായിട്ടൊക്കെ നമ്മൾ കാണുന്നത്. കാരണം അവരുടെയൊക്കെ മുമ്പിൽ കൂടെ അല്ലേ അവരുടെ സ്വന്തമെന്ന് കരുതിയ അവരുടെ ഭർത്താവും അവരുടെ സ്വന്തം മകളും ഒന്നും യാതൊരു അവരോടില്ലാതെ പോകുന്ന ആ അവസ്ഥ അവരുടെ മുന്നിലല്ലേ. ഒന്ന് ചിന്തിച്ചു നോക്കിയ അങ്ങനെയുള്ള വേദന അനുഭവിക്കുന്നവർക്ക് മഞ്ജുവിൻ്റെ വേദന മനസ്സിലാകത്തുള്ളൂ എന്ന് പറഞ്ഞ കണക്ക് അങ്ങനെ ഇഷ്ടംപോലെ സ്ത്രീകളുണ്ട്. പക്ഷേങ്കിൽ അവരുടെ ഉള്ളു വേദനിക്കുമ്പോഴും അവരവിടെ തളർന്നില്ല. അതാണ് അവരുടെ പോസിറ്റീവ്. തളർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ അത് മറ്റുള്ളവർക്ക് പരിഹസിക്കാനും ചിരിക്കാനും ഉള്ള ഒരു വകയായിത്തീരും. അവിടെയാണ് സ്വയം ആർജവം പ്രാപിച്ച് മുന്നോട്ട് പോകേണ്ടത്. അപ്പം മഞ്ജുവിനെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ അങ്ങനെ നമുക്ക് എപ്പോഴും നമ്മളെ ഒരു മോറലായിട്ടും മോട്ടിവേഷനായിട്ടും എല്ലാം കാണുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് മഞ്ജു വാര്യർ അല്ലേ. പല സ്ത്രീകൾക്കും ഒരു പ്രചോദനമാണ് മഞ്ജു. അവരുടെ ജീവിതത്തിൽ അവർ തോക്കാൻ ആഗ്രഹിക്കുന്നില്ല.
അല്ലേ? സ്നേഹിച്ച് കെട്ടിയൊരു ഭർത്താവും കെട്ടിയൊരു ഭർത്താവും മകളും അവരിൽ നിന്നും വേർപെട്ടു പോയി ആ ഭർത്താവ് വേറൊരു സ്ത്രീയുടെ കൂടെ സുഖമായിട്ട് കഴിയുന്നു, എടുക്കുന്നു. ഏതൊരു സ്ത്രീക്കാണ് സഹിക്കുന്നത്? ഭാര്യയായ ഏതൊരു സ്ത്രീക്കും സഹിക്കുന്ന കാര്യമാണോ? അല്ലല്ലോ. ആ സ്വന്തം ഭർത്താവ് വേറൊരാളുടെ കൂടെ വേറൊരു സ്ത്രീയുടെ കൂടെ ബന്ധം പുലർത്തി പോകുന്നത് ഏതൊരു ഭാര്യയ്ക്കും സഹിക്കുന്നതല്ല, ഒരിക്കലും സഹിക്കുന്നതല്ല. അപ്പം അവിടെയൊക്കെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പിന്നെ കുടുംബത്തിലുള്ള ഓരോ പ്രശ്നങ്ങൾ, ഇപ്പം മക്കളിൽ നിന്നായാലും ഭർത്താവിൽ നിന്നായാലും അല്ലെങ്കിൽ മരുമക്കളിൽ നിന്നായാലും അങ്ങനെയൊക്കെ ഓരോരോ പ്രശ്നങ്ങളും ജീവിതത്തിലെ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ചിലരൊക്കെ അങ്ങ് പെട്ടെന്ന് പറയുന്ന കേൾക്കാം. എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്തിനാ ജീവിക്കുന്നത്, അവർക്കൊന്നും വലിയ പ്രശ്നങ്ങൾ മഞ്ജുവിനെ പോണക്കോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവരാ, എങ്കിൽ പോലും അവർക്ക് അത്രയും പോലും സഹിക്കാൻ അവർക്ക് പറ്റുന്നില്ല. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കി, ഏറ്റവും കൂടുതൽ സഹനത്തിൻ്റെ പാതയിൽ പോയി സ്വയം ഇവിടെ താണു പോകരുത്, തോറ്റു പോകരുതെന്നുള്ള ആ ഒരു നിശ്ചയദാർഢ്യത്തോടെ സ്വയം ആർജവം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന സ്ത്രീകൾ അനേകരുണ്ട്. അവർക്കൊക്കെ ഒരു ബിഗ് സല്യൂട്ട്. കാരണം എന്നാന്ന് ചോദിച്ചാൽ അവർ ആത്മഹത്യയിലേക്ക് പോയില്ല. അവർക്ക് ഒരു നിമിഷം കൊണ്ട് ആത്മഹത്യ തിരഞ്ഞെടുക്കാം, ആത്മഹത്യയിലേക്ക് പോകാം. ഇതൊക്കെ കണ്ടങ്ങനെ ജീവിക്കും. സ്വന്തമായിരുന്നവർ നമ്മുടെ കൺമുൻപിലെ വേറെ ആൾക്കാരുമായിട്ട് പോകുന്നു, വരുന്നു, എടുക്കുന്നു, ജീവിക്കുന്നു, പെരുമാറുന്നു. അപ്പം അത് ഭയങ്കരമായിട്ടുള്ള ഒരു പറഞ്ഞറിയിക്കാൻ വയ്യാത്ത പക്ഷെങ്കിൽ അതിനെയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ പാട്ടിന് വിട്ടുകൊണ്ട് സ്വയം കരുത്തും ആർജവും ആർജിച്ച് ജീവിക്കുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, അത് ഒരു ചെറിയ കാര്യമല്ല, അത് ഏറ്റവും വലുതായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അത് അങ്ങനെയുള്ള വേദനകൾ അനുഭവിക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെ ആഴവും പരപ്പും അറിയത്തുള്ളൂ. ഒരിക്കലും ഉണങ്ങാത്ത മുറിവുകളാണ് അവരുടെ ഹൃദയത്തിലുള്ളത്. ഇപ്പം തിരിച്ചു ഭാര്യ എന്തെങ്കിലും അല്ലായിട്ടുള്ള ഒരു നിസാരം കാര്യം പോലും വേറൊരാളോട് സംസാരിക്കുക അല്ലെങ്കിൽ വേറെ അത് ഒരിക്കലും അവർക്ക് പറ്റത്തില്ല. അവർക്കെന്തു ആകാം എന്നുള്ള ഒരു രീതിയുണ്ട് ഇന്ന് പുരുഷന്മാർക്ക് ഇടയിൽ. എല്ലാവരെയും പറ്റിയല്ല ഞാൻ എപ്പോഴും വീഡിയോ ചെല്ലുമ്പോൾ ഞാൻ പറയുന്നത്, എല്ലാവരെയും അടച്ചല്ല പറയുന്നത്. പക്ഷേ അങ്ങനെ ആൾക്കാരുണ്ട്, അങ്ങനെയുള്ള സ്ത്രീകളുമുണ്ട്, പുരുഷന്മാരുമുണ്ട്. പക്ഷേ കൂടുതലായിട്ട് നമ്മൾ കാണുന്നത് എന്തുവാന്ന് ചോദിച്ചാൽ സ്ത്രീകളാണ് ഇങ്ങനെയുള്ള വേദന അനുഭവിക്കുന്നതും ഒരു സുപ്രഭാതത്തിൽ ഭർത്താവ് പറയുന്നു, സ്നേഹിച്ച് കല്യാണം കഴിച്ചവർ സ്നേഹിക്കുമ്പോൾ എന്തോ ഒരു സ്നേഹമാണ് ആൾക്കാർക്ക്. സ്നേഹിച്ച് കല്യാണം കഴിച്ച ചെറിയ വെക്കാരെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവരെ താലോലിച്ചുണ്ടാകുന്ന കുഞ്ഞുങ്ങളെയും ഒക്കെ മറന്ന് വേറെ അവിഹിത ബന്ധത്തിലൊക്കെ പോയി പെട്ടിട്ട് അവർ എന്നിട്ട് എന്ത് സ്നേഹമാണ് ഈ സ്വന്തം ഭാര്യയോട് കാണിച്ചതല്ലേ തൻ്റെ കുഞ്ഞുങ്ങളോട് കാണിച്ചത്, അല്ലേ? പിന്നെ ഒരു ഡൈവോഴ്സിൻ്റെ വക്കിലുമൊക്കെ ആയി കഴിയുമ്പോഴും അങ്ങനെ പോകുമ്പോഴും ഈ കുഞ്ഞുങ്ങൾ ആരുടെ കൂടെ? എത്രയോ സെലിബ്രിറ്റികൾ അവരുടെ കുഞ്ഞുങ്ങൾ അവരുടെ കൂടെ കഴിയുന്നു. ഇപ്പം മഞ്ജു വാര്യരെ ഞാൻ പറഞ്ഞു, മഞ്ജു പിള്ളെ പറഞ്ഞു, അവരൊക്കെ ഡൈവേഴ്സായിട്ടുള്ളവരാണ്. അവർ ജീവിക്കുന്നില്ലേ? അവർക്ക് നല്ലതായിട്ട് ജീവിക്കുന്നു. അവർ സന്തോഷത്തോടു കൂടി അവരവരുടെ പ്രോഗ്രാമുകളും ചെയ്ത് അവരുടെ കാര്യങ്ങളും ചെയ്തല്ല അവർ ജീവിക്കുന്നു. അപ്പം സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകളോട് പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും അങ്ങനെ ഫെഡപ്പായി പോകരുത്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലും നിമിഷങ്ങളിലും ആർജവത്തോടെ ജീവിക്കാൻ നിങ്ങൾ മനസ്സിനെ പാകപ്പെടുത്തണം. അതിന് ധൈര്യം തരുവാൻ ദൈവത്തിനോടും പ്രാർത്ഥിക്കണം. ദൈവത്താൽ അസാധ്യമൊന്നുമില്ല. നമ്മൾ ഫെഡപ്പായി പോകുന്ന ഓരോ സമയങ്ങൾ, ഓരോ നിമിഷങ്ങൾ വരുമ്പോൾ ഹൃദയം ചങ്ക് തകരുമ്പോൾ ചങ്ക് പൊട്ടി ഇപ്പം ചത്തുപോകുമോ എന്നുള്ള ആ ഒരു ഇത് വരുമ്പോഴും ദൈവമാണ് നമ്മൾ ശരിക്കും നല്ലൊരു വ്യക്തിയാണോ, നല്ലൊരു ഹൃദയത്തിനുടമയാണോ, നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണോ, നമ്മൾ നന്മകൾ ചെയ്തിട്ടുണ്ടോ, നല്ലൊരു ഈശോവിശ്വാസിയാണോ, ഒക്കെ ദൈവം നമ്മളെ അവിടെ ബലപ്പെടുത്തി മുന്നോട്ട് പോകാൻ നമ്മളെ സഹായിക്കും. അത് ഭയങ്കര ഒരു അനുഗ്രഹമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളെ നിന്ദിക്കുന്നവർ അല്ലെങ്കിൽ പരിഹസിച്ചവർ അല്ലെങ്കിൽ
നമ്മുടെ സ്നേഹവും നമ്മുടെ കരുതലും നമ്മളിലുള്ള സകലതും ഊറ്റിയെടുത്തിട്ട് ഇപ്പം അഞ്ചു ആയാലും ഒന്നും ജീവിതാംശമോ ഒന്നും മേടിച്ചില്ലല്ലോ. ദിവസം പൊക്കോട്ടെ, അവർ ജീവിച്ചോട്ടെ, അവർ സുഖമായിട്ട് ജീവിക്കട്ടെ, സാരമില്ല. അവർ സുഖമായിട്ട് ജീവിക്കട്ടെ, സാരമില്ല. അങ്ങനെ എന്ത് പോട്ടെ. പക്ഷേ കർമ്മമെന്നൊരു ഫലമുണ്ട്, കർമ്മമെന്നൊരു കാര്യമുണ്ട്, കർമ്മഫലമുണ്ട്. അത് ആൾക്കാർ മറക്കാതെ ജീവിച്ചാൽ മനുഷ്യർക്ക് നല്ലത്. അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ഈ കർമ്മഫലം എന്ന് പറയുന്ന ഒരു കാര്യം തിരിഞ്ഞു വരുന്ന ഒരു കാര്യമുണ്ട്. കാരണം ഒരു മനുഷ്യൻ്റെ വിശ്വസ്തത, ഒരാളുടെ ആത്മാർത്ഥമായിട്ടുള്ള വിശ്വസ്തതയെ, സ്നേഹത്തെ, കരുതലിനെ ഒരു വിലയും കൊടുക്കാതെ, ഒരു ഉളുപ്പുമില്ലാതെ അവരെ തട്ടിത്തെറിപ്പിച്ച്, അവരെ അല്ലെ കബളിപ്പിച്ച് പറ്റിച്ച് കൊണ്ടുപോകുന്ന ആൾക്കാർ ചിന്തിച്ച് നോക്കി അവരുടെ ആഴത്തിലുണ്ടാകുന്ന ആ ഒരു വേദന. ഇത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ അവനവൻ്റെ സുഖം മാത്രം അവനവൻ നോക്കിപ്പോകുന്നതാണ് അതിനെപ്പറ്റി പറയാനുള്ളത്. സ്വാർത്ഥത അവിടെ സ്വാർത്ഥത വന്നു കഴിയുന്ന ഉടനെ, സ്വാർത്ഥത ഒരാളിലെ ഒരു ഭർത്താവിൽ സ്വാർത്ഥത കയറിക്കഴിഞ്ഞാൽ പിന്നെ ഭാര്യയെപ്പറ്റി ഓർമ്മയില്ല, മക്കളെപ്പറ്റി ഓർമ്മയില്ല, ചിന്തയില്ല, അവരുടെ ഭാവിയെപ്പറ്റി ചിന്തയില്ല. അതുപോണക്ക് തന്നെയാണ് ഒരു ഭാര്യയിൽ സ്വാർത്ഥത കടന്നു കയറിയാൽ കഴിഞ്ഞ് അവർക്കും അവരുടേതായിട്ടുള്ള കാര്യങ്ങളെ അവരും ചിന്തിക്കത്തുള്ളൂ, അവരും അതുവഴി പോകും. പിന്നെ അനാഥമായി പോകുന്നത് ആരാണ്? കുഞ്ഞുങ്ങളാണ്. അപ്പോൾ അവിടെയാണ് മുക്കാലും അമ്മയുടെ അടുത്താണ് ഈ മക്കളുള്ളത്. അമ്മമാരാണ് മക്കൾക്ക് വേണ്ടിയിട്ട് എപ്പോഴും അമ്മമാരുടെ കൂടെ ആണ്. ഈ ഡൈവോഴ്സ് ചെയ്തവരുടെ എല്ലാം മക്കളും അമ്മമാരുടെ കൂടെ ആണ് മുക്കാലും. എന്താ ഒരു സ്ഥിതി എന്ന് പറ, എന്താ ഒരു സ്ഥിതി. അപ്പം ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മളെ ഏറ്റവും പ്രതികൂലമായിട്ടും പ്രതിസന്ധികളിലും നമ്മളെ ഹൃദയത്തിൻ്റെ ആഴത്തിലുള്ള മുറിവുകളും വേദനകളൊക്കെ നമ്മൾ ലഭിച്ച് നിൽക്കുമ്പോഴും നമ്മളെ താണു പോകാൻ ദൈവം അനുവദിക്കുകയില്ല. അഥവാ നിങ്ങളൊരു ദൈവവിശ്വാസിയാണോ, നിങ്ങളെ ദൈവം കണ്ടിട്ടുണ്ടോ, നിങ്ങളിൽ നന്മയുണ്ടോ, നിങ്ങളിൽ സ്നേഹവും കരുണയും വിശ്വസ്തതയും കള്ളത്തരങ്ങളില്ലാത്ത ഒരു ഹൃദയമുണ്ടോ, ഒരു മനസ്സിനുടമയാണോ, നന്മ ചെയ്യുന്ന ആളാണോ, സഹായിക്കുന്നവരാണോ, ഉറപ്പായിട്ടും ദൈവം നിങ്ങളുടെ കൂടെ ആയിരിക്കും. നിങ്ങൾ താണു പോകാൻ ദൈവം അനുവദിക്കില്ല. നിങ്ങളുടെ വിഷമങ്ങളും ഇതുമെല്ലാം ഒരുപക്ഷെ നിങ്ങൾ മനുഷ്യരുടെ മുന്നിലല്ലായിരിക്കും നിങ്ങളുടെ കണ്ണ് നിറയുന്നത്. മനുഷ്യരുടെ മുന്നിൽ കണ്ണ് നിറഞ്ഞിട്ടും കാര്യമില്ല. പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ മുന്നിൽ ഒഴുകി വരുന്ന കണ്ണുനീരുണ്ടല്ലോ, അത് കണ്ണുനീരല്ല, അത് ദൈവത്തിന് ഏറ്റവും വിലയുള്ളതാണ്. അത് ദൈവം അവിടെ സൂക്ഷിച്ചു വെക്കും. ആ ഓരോ ഉതിർന്നു വീണ ഓരോ കണ്ണുനീർ തുള്ളിക്കും മറുപടി ദൈവം ചോദിക്കുന്ന ദിവസം വരും. അതുകൊണ്ട് മനുഷ്യർ ആരെ പറ്റിച്ചും ജീവിച്ചുകൊണ്ട് നല്ലതുണ്ടാകുമെന്ന് ഒരിക്കലും നമ്മൾ ആരുടെ അനുഭവത്തിൽ കണ്ടിട്ടില്ല, ആരുടെ അനുഭവത്തിൽ ഉണ്ടായിട്ടുമില്ല. കാരണം അതല്ലല്ലോ പ്രകൃതി നിയമം അതല്ല, ദൈവത്തിൻ്റെ നിയമം അതല്ല. ദൈവത്തിൻ്റെ നിയമം എന്ന് പറഞ്ഞാൽ നീതിയും ന്യായവും സത്യമാണ് ദൈവത്തിൻ്റെ നിയമം എന്ന് പറയുന്നത്. അവിടെയാണ് ദൈവം, അത് താമസിച്ചായാലും അതിനാണ് വിജയമുണ്ടാകുന്നത്. അല്ല നമ്മൾ എത്രയോ കാര്യങ്ങൾ കാണുന്നു, കള്ളത്തരങ്ങളും രാഷ്ട്രീയ പിടിക്കപ്പെടുന്നില്ലേ. അപ്പം ജീവിതത്തിലെ ഏത് പ്രതികൂല പ്രതിസന്ധി ഘട്ടങ്ങളായാലും ഇങ്ങനെയുള്ള ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളായാലും അല്ലാതുള്ള പ്രതികൂലങ്ങളായും പ്രതിസന്ധികളായാലും ഏത് തരത്തിലുള്ള പ്രതികൂലങ്ങളും പ്രതിസന്ധികളും മുന്നേ വന്നാലും തളർന്നു പോകരുത്. ഇപ്പം തന്നെ യുദ്ധങ്ങൾ നടക്കുന്നു, യുദ്ധസ്ഥലത്ത് നമ്മളവിടെ തളർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ എന്തോ ആകും, എന്നെയാകും, മിസൈൽ നമ്മുടെ മണ്ടയ്ക്ക് വന്ന് വീഴുമോ, അല്ലെങ്കിൽ വെടിയുണ്ട നമ്മുടെ മണ്ടയ്ക്ക് വന്ന് വീഴുമോ, എന്നാകുന്നുള്ള ആദ്യ പിടിച്ച് നമ്മൾ ഇതായിപ്പോയി കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മൾ പനിക്കായിപ്പോയി കഴിഞ്ഞാൽ ഒരു യുദ്ധസ്ഥലത്ത് ഒരിക്കലും നമ്മൾ പനിക്കാകരുത്. നമ്മളവിടെ ജോലി ചെയ്യുമ്പോൾ പനിക്കായി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ ഒരിക്കലും അവിടെ പനിക്കാകാതെ നോക്കണം. ധൈര്യമാണ് അവിടെ വേണ്ടുന്നത്. നമുക്ക് ഉള്ളിൽ അഥവാ ഇച്ചിരി ജീവന് പേടിയില്ലാത്തവരില്ല, പക്ഷേങ്കിൽ ഉള്ളിൽ നമുക്ക് ആ ജീവനുള്ള പേടി ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ പുറമേ നമ്മൾ സ്വയം ധൈര്യം കണ്ടെത്തണം. പനിക്കാകാതെ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കും. ധൈര്യം അവിടെയൊക്കെ നമുക്ക് വേണ്ടുന്നത് ധൈര്യമാണ്. അത് ദൈവത്തെ വിളിക്കുന്നവർക്ക് ദൈവം തമ്പുരാൻ ധൈര്യം കൊടുക്കും.
ഈ വിദേശങ്ങളിൽ ഇപ്പം ഇന്ന് ഞാൻ കണ്ട അത് ഇറാഖിൽ നിന്നും ഇസ്രായേലിൽ നിന്നൊക്കെ വന്നവർ. അപ്പോൾ എനിക്ക് 2015 എനിക്ക് ഓർമ്മ വന്നു. 2015 എനിക്ക് ഓർമ്മ വന്നു. അന്ന് ഞങ്ങൾ ഇത് ഓണക്ക് അവിടെ യമൻ്റെ എയർപോർട്ടെല്ലാം തല്ലി പൊട്ടിച്ചു ഇട്ടിരിക്കുകയാണ് ഈ ഹൂതികൾ. ആ കുപ്പിച്ചില്ലിൻ്റെയൊക്കെ ഇടയ്ക്ക് കൂടെയൊക്കെയാണ് ഞങ്ങൾ രജിസ്റ്റർ ചെയ്ത് ഞങ്ങളെ ഇവാക്യുവേറ്റ് ചെയ്തു കൊണ്ടുവന്നത്. ആ ഒരവസ്ഥയും പാസ്പോർട്ട് മാത്രം പിടിച്ച് നമ്മൾ ഒരു പാസ്പോർട്ട് ഒരു ഡ്രസ്സ് മാത്രം ഇട്ട് നമ്മൾ വരുന്ന ഒരവസ്ഥ എല്ലാം നഷ്ടപ്പെട്ട് 10-15 വർഷം ജോലി ചെയ്തിട്ടൊന്നുമില്ലാതെ നമ്മൾ വരുന്ന സമയത്ത് അപ്പം നമ്മുടെ പ്രിയപ്പെട്ടവരും കൂടെ നമ്മളെ തള്ളുന്ന അവസ്ഥയുണ്ടല്ലോ. ഓർത്തു നോക്കിയേ, വർഷങ്ങളായിട്ട് നമ്മൾ ഇതെല്ലാം നമ്മൾ കുടുംബത്തിന് വേണ്ടിയിട്ടെല്ലാം കൊടുത്തവരെ നമ്മളെ ഒരു എന്താ പറയുന്നത്, ഒരു എന്തോ കാര്യം വന്നാലും ആൾക്കാർ വിളിക്കും, അയ്യോ നിങ്ങൾക്ക് ഇവിടെ നമ്പർ, അയ്യോ അവർ തന്നു നമ്പർ, ഇവർ തന്നു നമ്പർ എന്നെല്ലാം പറഞ്ഞു ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും വിളിച്ചവരും എടുത്തവരും ഒക്കെ തിരിഞ്ഞു നോക്കത്തില്ല. നിങ്ങൾ ജീവനോടെ ഇവിടെ എത്തിയോന്ന് പോലും അവർ തിരക്കാറില്ല, എടുക്കാറില്ല. ഇതാണ് മനുഷ്യൻ്റെ പ്രകൃതി. സ്വന്തം കുടുംബം പോലും നമ്മളെ തള്ളും. കാരണം നമ്മുടെ വരുമാനം നിന്നില്ലേ. ആർക്കും വേണ്ടാത്ത ഒരാളായി തീരും പിന്നെ പ്രവാസി. അതാണ് എന്തോ 4 പാടും വെടിയുണ്ട ചായുന്നു, 4 പാടും ബോംബിടുന്നു, മേളിൽ നിന്ന് ബോംബിടുന്നു, താഴെ നിന്ന് ഇടുന്നു എടുക്കുന്നു. ആ ഒരവസ്ഥയൊന്ന് ചിന്തിച്ച് നോക്കി. അതിൻ്റെ ഇടയിൽ നിന്ന് ജോലി ചെയ്ത് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രം ജീവൻ രക്ഷപ്പെട്ട് വരുമ്പോൾ നമ്മുടെ സ്വന്തക്കാരും കൂടെ നമ്മളെ തള്ളുമ്പോഴത്തെ സ്ഥിതി ഒന്ന് ചിന്തിച്ച് നോക്കിയേ. അതാണ് ഓരോ പ്രവാസികളും ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആർക്കും വേണ്ട, പൈസ മതി. അവിടുന്ന് ഇങ്ങോട്ട് അയക്കുന്ന പൈസയും കൊണ്ടുവരുന്ന സാധനങ്ങളും ഒക്കെ മതി. കുടുംബക്കാർക്കായാലും കൂട്ടുകാർക്കായാലും എല്ലാവർക്കും വേണം. അല്ലാതെ നമ്മളെ ആർക്കും വേണ്ട. നമ്മളോട് സ്നേഹമോ കരുതലോ വിശ്വാസമൊന്നുമില്ല. നമ്മളെ ഒന്നും ആർക്കും വേണ്ട. അതാണ് അവസ്ഥ. അപ്പോൾ അങ്ങനെയുള്ള പ്രതികൂലങ്ങളിലും ഈ പ്രതിസന്ധികളിലും ഒന്നും തളരരുത്, പനിക്കാകാതെ. എന്തും ആയിക്കോട്ടെ, എന്തോ പ്രതികൂലങ്ങൾ മുന്നിൽ മൊത്തം ഇരുട്ടായി നിന്നോട്ടെ, പ്രതികൂലങ്ങൾ നിന്നോട്ടെ. പക്ഷെങ്കിൽ നമ്മൾ ആത്മാർത്ഥതയോടെ സത്യസന്ധതയോടെ ദൈവത്തെ വിളിച്ചാലുണ്ടല്ലോ, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ദൈവത്തിന് മാത്രമേ നമ്മളെ രക്ഷിക്കാൻ പറ്റത്തുള്ളൂ. ദൈവത്തിന് മാത്രമേ നമ്മളെ പണിതെടുക്കാൻ പറ്റത്തുള്ളൂ. നമ്മളെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ബലപ്പെടുത്താനും എല്ലാം ദൈവത്തിനേ കഴിയത്തുള്ളൂ. അവിടെ കരച്ചിലിനൊന്നും ഒരു സ്ഥാനവുമില്ല. പ്രാർത്ഥനയാണ്. പ്രാർത്ഥിക്കുക, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക, ദൈവസന്നിധിയിൽ മാത്രം പ്രാർത്ഥിക്കുക. ഞാൻ ഇന്ത്യയിൽ തിരിച്ചു വരുമെന്നും എൻ്റെ മക്കളെയൊക്കെ കാണുമെന്നൊന്നും ഞാൻ വിചാരിച്ചതല്ല, ഒരിക്കലും വിചാരിച്ചില്ല. യമൻ്റെ ആ പ്രദേശത്ത് നടന്ന ആ സംഘട്ടനങ്ങളും അതിൻ്റെ ഇടയ്ക്കൊന്നും ഒരിക്കലും ജീവനോടെ ഇന്ത്യ കാണുമെന്ന്. പക്ഷേ ധൈര്യം കൈവിട്ടില്ല, പ്രാർത്ഥന കൈവിട്ടില്ല. അപ്പോൾ ഇത് രണ്ടും കൂട്ടം നമുക്ക് ആവശ്യമാണ്. ഏത് പ്രതിസന്ധികളുണ്ടായിട്ടുള്ള പ്രിയപ്പെട്ടവർ നമ്മളെ തള്ളുമ്പോൾ, നമ്മുടെ കീറി മുറിക്കുന്ന നമ്മുടെ വേദന നമ്മുടെ ഹൃദയത്തിലൊക്കെ ഉണ്ടാകുമ്പോൾ, ഏത് പ്രതികൂല പ്രതിസന്ധി ഘട്ടത്തിലായാലും തളർന്നു പോകരുത്. ഇന്ന് ഞാൻ കാണുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, അതിൻ്റെ അകത്തിലെ കേരളത്തിലെ സ്ത്രീകളെ പറ്റി ഒരു ബിഗ് സല്യൂട്ടാണ് ഉള്ളത്. കേരളത്തിലെ സ്ത്രീകളെ പറ്റി ഭർത്താവ് തോന്നിവാസം പോകുന്നു, മക്കളെ ഉപേക്ഷിച്ചിട്ട് പോകുന്നു, അയാൾക്ക് മനസ്സ് തോന്നുന്നു വേറൊരുത്തിലൂടെ പോകുന്നു, സ്വന്തം മക്കളെയും ഭാര്യയെയും ഉപേക്ഷിച്ചിട്ട്. നിയമമൊന്നും അവർക്കൊന്നും ഒരു പ്രശ്നമില്ല. അവരുടെ ഇവിടെ നിയമം അവർക്ക് തോന്നുമ്പോൾ അവരുടെ കൂടെ അവർക്ക് തോന്നുന്നിടത്ത് പോകുന്നു എടുക്കുന്നു. അവിടെയും ആ മക്കൾക്ക് വേണ്ടിയിട്ട് തളരാതെ നിന്ന് പണിയെടുത്തും ആ മക്കളെ പോറ്റുകയും വളർത്തുകയും എത്തിക്കൊണ്ടുവരുന്ന എത്രയോ മലയാളി അമ്മമാരാണ്, സ്ത്രീകളാണ് നമ്മുടെ ഇടയിലുള്ളത്. അവർക്കൊരു ബിഗ് സല്യൂട്ട് തന്നെയാണുള്ളത്. അവരുടെ ആ കഴിവിനെ, അവരുടെ ആർജവത്തെ പ്രകീർത്തിക്കാതെ നമുക്ക് പറ്റത്തില്ല, അല്ലേ? അപ്പം എന്ത് പ്രതികൂല ബന്ധികളായാലും എന്ത് ഇതായാലും പ്രത്യേകിച്ചും മലയാളി സ്ത്രീകൾക്ക് ഒരു പ്രത്യേക അനുഗ്രഹവും കഴിവും ദൈവം കൊടുത്തിട്ടുണ്ട്. എത്രയോ ആൾക്കാരാണ് വിദേശത്ത് ഒറ്റയ്ക്ക് ജോലി ചെയ്യുന്നത് സ്വന്തം കുടുംബത്തിന് വേണ്ടിയിട്ട്. എത്രയോ എൻ്റെ കൂട്ടുകാർ ഇപ്പോഴും ഇസ്രയേൽ എന്തേലും കൂട്ടുകാരുണ്ട്. ഇഷ്ടംപോലെ കൂട്ടുകാരുണ്ട് എൻ്റെ കൂടെ ജോലി ചെയ്തവർ. അവർക്ക് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കുന്നു, ആർക്കും ഒരു ഇത് കൂടരുതെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അവരൊക്കെ അവിടെ ഒറ്റയ്ക്കാണ്, അവരുടെ ഫാമിലികൾ നാട്ടിലാണ്. അവർ എല്ലാവരും ബംഗറിലാണ്. എത്ര 10 പേര് മെസ്സേജ് അയക്കാറുണ്ട്. അവരെല്ലാം ബംഗറിലാണ്. ഓർത്തു നോക്കി, ആർക്ക് വേണ്ടിയിട്ടാണ്?
ആർക്ക് വേണ്ടിയിട്ട് അവരാണ് ആ കഷ്ടപ്പെടുന്നത്? തൻ്റെ ഭർത്താവിനും തൻ്റെ മക്കൾക്കും വേണ്ടിയിട്ട്. ലാസ്റ്റിൽ അവർ ഒന്നുമില്ലാതെ തിരിച്ചു വരുമ്പോൾ അവരുടെ ഭർത്താവും മക്കളും അവരെ അറിയത്തില്ല. അവരോട് നീചമായ പ്രവൃത്തി ചെയ്താലത്തെ സ്ഥിതി ഒന്ന് ചിന്തിച്ച് നോക്കിയേ കൂട്ടുകാരെ. അതുകൊണ്ട് എല്ലാവരും കൂട്ടുകാർ എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യമാണ്, നിങ്ങൾ പ്രവാസത്തിലായിരിക്കുമ്പോൾ നിങ്ങളുടെ സമ്പാദ്യം നിങ്ങൾക്ക് വേണ്ടിയിട്ടും കൂടെ നിങ്ങൾ കരുതി വെക്കണം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, നിങ്ങൾ ഏത് പ്രതികൂലത്തിലും പ്രതിസന്ധികളിലായാലും നിങ്ങൾ സഹോദരിമാരായാലും സഹോദരന്മാരായാലും ആയിരിക്കുന്നിടത്ത് പ്രിയപ്പെട്ടവരെല്ലാം നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കും. നിങ്ങൾ ധൈര്യം കൈവിടല്ലേ, ധൈര്യത്തോടെ ഇരിക്കുക. ഏത് പ്രതികൂലങ്ങളായിട്ടോ ഏത് പ്രതിസന്ധികളാകട്ടെ, ആര് ഉപേക്ഷിച്ചോട്ടെ, ആര് കൈവിട്ടോട്ടെ, നിങ്ങൾ ഒരു നാളും നിങ്ങൾ ചഞ്ചലപ്പെട്ടു പോരുത്. കാരണം നിങ്ങളെ സൃഷ്ടിച്ചത് ദൈവമാണ്. എന്നും എല്ലാവരും കൂടെ കാണുമെന്നില്ല. നമ്മൾ തനിയെ വരുന്നു, നമ്മൾ തനിയെ പോകുന്നു, അല്ലേ? അങ്ങനെയുള്ള ചിന്തയും പോസിറ്റീവ് തോട്ട്സും പോസിറ്റീവായിട്ടുള്ള മോട്ടിവേഷനും ഒക്കെ നമ്മളിൽ തന്നെ നമ്മൾ ഉണ്ടാക്കണം. നമ്മുടെ ഉള്ളിൽ എത്ര ആഴത്തിലുള്ള വേദനകളുണ്ടെങ്കിലും മുറിവുകളുണ്ട്, നമ്മളോട് എന്തുകൊണ്ട് വിശേഷം, സുഖമാണെന്ന്, ആ സുഖം, ചിരിച്ചും കൊണ്ട് അവരോട് ആ സുഖം തന്നെ, നിങ്ങൾക്ക് സുഖമാണോ, അങ്ങനെ പറയാനുള്ള ആർജവം നമുക്കുണ്ടാക്കണം. നമ്മുടെ ഉള്ളിലെ വേദന അതവിടെ ഇരുന്നോട്ടെ. പക്ഷേ നമ്മളുടെ പ്രവൃത്തിയിലോ നമ്മുടെ മറ്റുള്ളവരുടെ ഇടപെടലിലോ നമ്മുടെ ആ പുഞ്ചിരിയിലോ നമ്മുടെ ആ സ്മൈലിലോ ഒന്നും അവർക്കൊന്നും അറിയത്തില്ല ഇത്ര വലിയ ദുഃഖങ്ങളൊക്കെ അവരുടെ മനസ്സിലൊക്കെ ഉണ്ടോ ഒളിച്ചിരിക്കുന്നത് എന്നുള്ളത്. അറിയത്തില്ല. അങ്ങനെയാണ് ഓരോ മനുഷ്യനും ഓരോ സ്ത്രീയും ഇന്ന് ജീവിക്കുന്നത്, ഓരോ മനുഷ്യനും ജീവിക്കുന്നത്. ഉള്ളിൽ ഇത്രയധികം വേദനകളുണ്ടോ, സങ്കടങ്ങളുണ്ടോ, പ്രയാസങ്ങളുണ്ടോ ഒന്നും അറിയത്തില്ല. അത് അവർക്ക് ദൈവം തമ്പുരാൻ കൊടുത്തിരിക്കുന്ന ഒരു കഴിവും ഒരു ആർജവവും ഒരു അനുഗ്രഹവുമാണ്. അതിനെയൊക്കെ അടിത്തട്ടിൽ ആക്കി വെച്ചുകൊണ്ട് പുറമേ എല്ലാവരോടും സ്നേഹത്തോടെ സംസാരിക്കുക, ചിരിക്കുക, ഇടപെടുക, മറ്റുള്ളവരെ മോട്ടിവേഷൻ ചെയ്യുക, അതൊക്കെ വലിയൊരു അനുഗ്രഹമാണ്. അപ്പം ഇന്ന് ഈ വീഡിയോയിൽ കൂടെ എനിക്ക് പറയാനുള്ള എന്താണെന്ന് ചോദിച്ചാൽ, ഏത് പ്രതികൂലങ്ങളും പ്രതിസന്ധികളിലായാലും തളരരുത്, പനിക്കാകരുത്. സെൽഫ് മോട്ടിവേഷൻ ചെയ്യുക, തന്നെത്താൻ പ്രചോദനം നേടുക, തന്നെത്താൻ പ്രചോദനം ലഭിക്കത്തക്ക അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കുക, ഇടപെടുക, അങ്ങനെയുള്ള തോട്ട്സ് നോക്കുക, കേൾക്കുക, സ്വയം മോട്ടിവേഷൻ ഉണ്ടാക്കുക. അതാണ് സ്വയം യോഗ ചെയ്യുക. അത് ആരോഗ്യത്തിന് നല്ല ഇതാണ്. അതൊരു മോട്ടിവേഷൻ കൂടിയാണ്. യോഗയൊക്കെ ചെയ്യുക, സ്വയം മോട്ടിവേഷൻ ഉണ്ടാക്കുക. ഇതൊക്കെ തന്നെ നമുക്ക് ജീവിതത്തിൽ വലിയ വലിയ പ്രതിസന്ധികളെയും പ്രതികൂലങ്ങളെയും നമുക്ക് നേരിടുവാനുള്ള ധൈര്യവും ആർജവും ഒക്കെ നമുക്ക് ലഭിക്കും. അപ്പം ഇന്നത്തേക്ക് ഇത്രയും. ഇനിയൊരു വീഡിയോയുമായിട്ട് വരാം. അതുവരെയും എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ ലൈക്കും കമൻറ്റും ഒക്കെ ഇടണം. നിങ്ങൾ തരുന്ന പ്രോത്സാഹനത്തിനൊക്കെ വളരെയധികം നന്ദിയുണ്ട്. എല്ലാവർക്കും ശുഭരാത്രി.